നമസ്കാരം. മെയ് 24 ശനിയാഴ്ച കാസർഗോഡ് 24 വയസ്സുള്ള ഒരു യുവതി കുടുംബത്തിൻ്റെ മുമ്പിൽ, അതായത് ഭർത്തൃ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് രാസലായനി കുടിച്ച് ആത്മഹത്യ ചെയ്തു. രാസലായനി എന്ന് പറയുന്നത് തുരുമ്പ് കളയുവാൻ ഉപയോഗിക്കുന്ന രാസലായനി, ആസിഡ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഫാത്തിമത്ത് സുഫൈദ എന്നാണ് ആ യുവതിയുടെ പേര്. 24 വയസ്സേ ഉള്ളൂ. 2 മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിൻ്റെ മാതാവുമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഗാർഹിക പീഡനം ആരോപിക്കപ്പെട്ട് ആ പെൺകുട്ടിയുടെ ഭർത്താവ് ആദിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗാർഹികമായ പീഡനം നടക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 3 വർഷങ്ങൾ നീണ്ട പ്രണയത്തിന് ശേഷം കഴിഞ്ഞ വർഷം, 1 വർഷം മുമ്പാണ് അവർ വിവാഹിതരായത്. ഇന്ന് മെയ് 26 തിങ്കളാഴ്ച അവരുടെ 1ാം വിവാഹ വാർഷികം ആഘോഷിക്കുവാനിരിക്കവെയാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. സ്വർണ്ണാഭരണങ്ങളെ സംബന്ധിച്ചും കൂടുതൽ പണം കുടുംബത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരണമെന്നുമൊക്കെ ആവശ്യപ്പെട്ട് ഭർത്താവിൻ്റെ വീട്ടുകാരും ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു, മാനസികമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. ഈ ഗാർഹിക പീഡനം എന്നുള്ളൊരു വാർത്ത കേരളത്തിൽ പുതുമയുള്ളൊരു വാർത്തയല്ല. പക്ഷേ ഈ വാർത്ത പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവയ്ക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മുൻപൊരിക്കൽ മറ്റൊരവസരത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഗാർഹിക പീഡനം സംബന്ധിച്ചുള്ള വാർത്ത നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വളരെയധികം വ്യത്യസ്തമായൊരു സ്വഭാവം ഓരോ കേസിലും കണ്ടുവരാറുണ്ട്. കൃത്യമായി പച്ചയായി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കിരൺ വിസ്മയ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വിസ്മയ ഗാർഹിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയും ഭർത്താവായ കിരണിനെ മോട്ടോർ വാഹന വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു, അറസ്റ്റ് ചെയ്യുകയും കോടതി ശിക്ഷിക്കുകയും ചെയ്തു. ആ കേസ് മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതിൻ്റെ ഒരു വ്യാപ്തിയും ഒരു ആവേശവും പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ, ഈ വിവാഹശേഷം സ്ത്രീധനമോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളോ ഉന്നയിച്ച് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന പുരുഷന്മാരെ സത്യത്തിൽ അവർക്കാണ് ഈ ആണത്വത്തിൻ്റെ ഒരു പരിശോധന വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആണുങ്ങളാരും അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആണത്തമുള്ളൊരുത്തന് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ച്, സ്ത്രീധനമെന്നുള്ള ഒരു ഹീനമായ ഒരു ആവശ്യം ഉന്നയിച്ച് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുവാൻ സാധിക്കില്ല. അതില്ലാത്തൊരുത്തനെ സാധിക്കുകയുള്ളൂ. അത് എല്ലാവർക്കും ബാധകമാണ്, ജാതിമത ഭേദമന്യേ ആണുങ്ങളുടെ കാര്യത്തിൽ. ആ ഒരു ആമുഖത്തോടു കൂടി തന്നെ ഒരു കാര്യം പറയട്ടെ. പക്ഷേ കിരണിന് കിട്ടിയ മാധ്യമ ശ്രദ്ധയും മാധ്യമ വിമർശനവും ആദിലിന് കിട്ടിയിട്ടില്ല, മെഹനാസിനും കിട്ടിയിട്ടില്ല. ആരാണ് മെഹനാസ്? പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവില്ല. റിഫ മെഹനു എന്നൊരു വ്ളോഗർ ഉണ്ടായിരുന്നു. 2022 മെയ്യിൽ ഗാർഹിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു. ഭർത്താവായ മെഹനാസിന് മേൽ നിരവധി ആരോപണങ്ങൾ ഈ ഗാർഹിക പീഡന സംബന്ധമായി ഉന്നയിക്കപ്പെട്ടിരുന്നു. അതേ തുടർന്ന് പോലീസ് ഈ റിഫ മെഹനുവിൻ്റെ മൃതദേഹം പുറത്തെടുത്ത് റീപോസ്റ്റ്മോർട്ടവും ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ മെഹനാസ് എന്ന ഗാർഹിക പീഡകനെ ചോദ്യം ചെയ്യുവാനായി നിരവധി തവണ പോലീസ് വിളിപ്പിച്ചെങ്കിലും ഒരു തവണ പോലും അയാൾ ഹാജരായിട്ടില്ല. മെയ് മാസം നടന്ന ഈ മരണത്തിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോഴും നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ മെഹനാസ് പോലീസിന് മുമ്പിൽ ഹാജരായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവസാനം നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് മെഹനാസിൻ്റെ പേരിൽ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പോലീസ്. ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ റിഫ മെഹനുവിൻ്റെ കേസ് എത്ര ആവേശത്തോടു കൂടി മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ കിരൺ വിസ്മയ കേസിലേക്കൊന്ന് തിരിച്ചു പോയാൽ, കിരൺ അത് അർഹിക്കുന്നുണ്ട്. കാരണം ഗാർഹിക പീഡനം നടന്നു എന്ന് തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് ഈ ലഭിച്ച ശിക്ഷയും അതിലേറെയും കിരൺ അർഹിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നിലനിൽക്കെ തന്നെ കിരണും ആദിലും മെഹനാസും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. പക്ഷേ ആദിലും മെഹനാസും മുഖ്യധാരാ മാധ്യമങ്ങൾ മാറ്റി നിർത്തിയ, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട എന്ന് തീരുമാനിക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. കിരൺ ചെയ്ത അതേ കുറ്റം തന്നെയാണ് അവരും ചെയ്തിരിക്കുന്നത്. കിരണിന് ലഭിച്ച ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കണം, അതിലേറെയോ അവർക്ക് ലഭിക്കണം. കാരണം ഈ ഫാത്തിമ സുഫൈദയുടെ കാര്യത്തിൽ ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ പെൺകുട്ടി രാസലായനി കുടിച്ച് അവരുടെ മുമ്പിൽ കിടന്ന് പിടഞ്ഞപ്പോൾ പോലും വളരെയധികം സമയം കഴിഞ്ഞാണ് ആ പെൺകുട്ടിയെ എടുത്തുകൊണ്ട് ഈ ആദിലിൻ്റെ വീട്ടുകാരും ആശുപത്രിയിൽ എത്തിച്ചത്. അതായത് മരണത്തിലേക്ക് തള്ളിവിടുവാൻ മനഃപൂർവ്വമായി അവർ തീരുമാനിച്ചതുപോലെ എന്ന റിപ്പോർട്ടുകളാണ് ആദ്യ ഘട്ടത്തിൽ പുറത്തു വന്നത്. ഇപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നതുകൊണ്ട് അത് സ്ഥിരീകരിച്ച് ഞാൻ പറയുന്നില്ല. അതൊരു കിംവദന്തിയായിട്ട് തന്നെ പ്രേക്ഷകരെടുക്കുക. ഇത്തരത്തിലുള്ള
വ്യക്തികളെ കുറിച്ച് എന്തുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ, അടുപ്പുകൂട്ടി ചർച്ചക്കാർ, ഈ സായാഹ്നങ്ങളിൽ കുരയ്ക്കുന്ന സാംസ്കാരിക നായ്ക്കൾ ഇവരാരും പ്രേക്ഷകരുടെ മുമ്പിൽ ദൈനംദിനം എന്നവണ്ണം പ്രത്യക്ഷപ്പെട്ട് വിമർശിക്കുന്നില്ല, വിമർശന ശരങ്ങൾ ഉന്നയിക്കുന്നില്ല? പ്രേക്ഷകർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ലളിതമായൊരു ഉത്തരമേ ഉള്ളൂ. അത് KM ഷാജി പറഞ്ഞ കാര്യമാണ്. മതമാണ്, മതമാണ്, മതം മാത്രമാണ് പ്രശ്നം. കിരൺ, ആദിൽ, മെഹനാസ് പേരിൽ തന്നെയുണ്ട്. എൻ്റെ പേരാണോ സാറേ നിങ്ങളുടെ പ്രശ്നം എന്നുള്ള ഇരവാദമുയർത്താറുണ്ടല്ലോ പലപ്പോഴും ഇസ്ലാമിസ്റ്റുകൾ. പേര് തന്നെയാണ് പ്രശ്നം. കിരൺ നിരപരാധിയാണെന്നല്ല പറയുന്നത്. കിരൺ അപരാധി തന്നെയാണ്. കിരൺ ഏറ്റവും നീചനായ അപരാധിയാണ്. പക്ഷേ അതുപോലെ തന്നെ നീചമായ അപരാധങ്ങൾ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നവരാണ്, കുറ്റാരോപിതരാണ്. അവർ ശിക്ഷിക്കപ്പെടുന്ന സമയം വരെ അവർ കുറ്റാരോപിതരാണ്. അതുപോലെ തന്നെ നീചമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നുള്ള ആരോപണം നിലനിൽക്കുന്ന വ്യക്തികളാണ് ആദിലും മെഹനാസും. മെഹനാസിനെ ഇതുവരെ പോലീസിന് കണ്ടെത്തുവാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത്. ആദിലിൻ്റെ കാര്യത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നു. എന്തുകൊണ്ട്? KM ഷാജി പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. മതമാണ്, മതമാണ്, മതമാണ് പ്രശ്നം. അടിസ്ഥാനപരമായിട്ട് ഇതിനൊരു ആഖ്യാനത്തിൻ്റെ പശ്ചാത്തലവും കൂടിയുണ്ട്. ഈ ഗാർഹിക പീഡനം, സ്ത്രീധന സംബന്ധമായിട്ടുള്ള പീഡനങ്ങൾ, ഇതെല്ലാം നടക്കുന്നത് ഹൈന്ദവ കുടുംബങ്ങളിൽ മാത്രമാണ് എന്നൊരു പ്രതീതി സൃഷ്ടിച്ച് ഈ വിവാഹം എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ടല്ലോ, അതിനെ തന്നെ തകർക്കുവാനുള്ളൊരു ആഖ്യാനവും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ വിവാഹം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെ തകർക്കുവാൻ? ഹൈന്ദവ കുടുംബങ്ങളുടെ ഇടയിൽ മാത്രം തകർക്കുവാനുള്ളൊരു ആഖ്യാനം വളരെ ബോധപൂർവമായി തന്നെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിലൊരു ശ്രമങ്ങളും നടക്കുന്നുണ്ട് ബുദ്ധിജീവികളുടെ ഭാഗത്തു നിന്ന്. അത് ചില തീവ്ര മതവാദികൾ വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്നതുമുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അവരെ കൃത്യമായി പരിപാലിക്കുന്ന, പരിപോഷിപ്പിക്കുന്ന വിഭാഗം ഏതാണെങ്കിലും, അത് തീവ്രമത വിഭാഗമാണെങ്കിലും ഈ ബൗദ്ധിക വിഭാഗമാണെങ്കിലും, ഈ കപട ബുദ്ധിജീവികളുണ്ടല്ലോ സമൂഹത്തിൽ, ഈ വോക്ക് കൾച്ചർ എന്ന്, അത് മറ്റൊരു വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാലും ഒന്ന് പരാമർശിച്ച് പോകുന്നു എന്ന് മാത്രം. ഈ വോക്ക് കൾച്ചർ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ കപട ബുദ്ധിജീവികൾ, കുളിക്കാതെ നനയ്ക്കാതെ നടക്കുന്ന കുറേ എണ്ണം എന്ന് പച്ച മലയാളത്തിൽ പറയാം. ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ ആഖ്യാനത്തിന് എപ്പോഴും ഇരയാകുന്നത് ഹൈന്ദവ സമൂഹം മാത്രമാണ്. ഈ സ്ത്രീധന പീഡനം എന്നുള്ള കാര്യം, അത്തരത്തിലൊരു ഹീനകൃത്യം ഹൈന്ദവ കുടുംബങ്ങളിൽ മാത്രമല്ല നടക്കുന്നത്. അത്ര തന്നെയോ അതിലേറെയോ മറ്റ് മതങ്ങളുടെ കാര്യത്തിലും മറ്റ് മതത്തിൽപ്പെട്ട കുടുംബങ്ങളിലും നടക്കാറുണ്ട്. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒരു ആഖ്യാനത്തിലൂടെ പൊതുസമൂഹത്തിൽ പരന്നിരിക്കുന്നൊരു ധാരണ ഹിന്ദുക്കളുടെ കുടുംബത്തിൽ മൊത്തമായി സ്ത്രീധന സംബന്ധമായിട്ടുള്ള ബഹളമാണെന്നേ. ഈ മറ്റൊരാഖ്യാനം സോഷ്യൽ മീഡിയയിൽ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൂടെ സൃഷ്ടിക്കപ്പെട്ടത് പ്രേക്ഷകർക്ക് പരിചയമുണ്ടാകും. ഈ പരിചയമില്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താം. ഈ ചൊവ്വാദോഷം എന്നുള്ളൊരു അന്ധവിശ്വാസം കാരണം ഹിന്ദു പെൺകുട്ടികളെല്ലാം വിവാഹം മുടങ്ങി വീട്ടിലിരിക്കുകയാണ്. നിരവധി പേരങ്ങനെ ഉണ്ടെന്നുള്ള വസ്തുത ഞാൻ മറക്കുന്നില്ല. പക്ഷേ അവരുടെ ഈ ആഖ്യാനത്തിൻ്റെ ഒരു തീക്ഷ്ണത കണ്ടു കഴിഞ്ഞാൽ 100 ഹിന്ദു പെൺകുട്ടികൾ കേരളത്തിലുണ്ടെങ്കിൽ 99 പേരും ഇത്തരത്തിലുള്ളൊരു അന്ധവിശ്വാസത്തിൽപ്പെട്ട് വിവാഹം മുടങ്ങി വീട്ടിലിരിക്കുകയാണ് എന്നുള്ള തരത്തിലാണ് അവരുടെ ആഖ്യാനം പോകുന്നത്. ഇതൊരു മതത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതി തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. KM ഷാജി പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. മതമാണ്, 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 മതം മാത്രമാണ് പ്രശ്നം. കിരൺ ചെയ്ത അതേ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നാരോപിക്കപ്പെടുന്ന ആദിലും മെഹനാസും കിരണിൻ്റെ അത്രയും തന്നെ ചർച്ചയിൽ വരാത്തിടത്തോളം കാലം മതമാണ്, മതമാണ്, മതം മാത്രമാണ് പ്രശ്നം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.